നാഴികയ്ക്ക് 40 വട്ടം എവിടെയെങ്കിലും തോറ്റു കഴിഞ്ഞാൽ വോട്ട് ജോലി അല്ലെങ്കിൽ EVM ഹാക്ക് ചെയ്തു എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് അണികൾ സ്നേഹത്തോടുകൂടി രാഗ എന്ന് വിളിക്കും, പ്രതിപക്ഷം സ്നേഹത്തോടുകൂടി പപ്പു എന്ന് വിളിക്കും, എന്നാൽ പൊതുജനം അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി എന്ന് വിളിക്കും. ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഭരിക്കുന്ന കർണാടക, ഇവിടെ ഒരു സർവേ ഉണ്ടായി. എന്താണ് ഈ സർവേ? അതായത് EVM കൃത്യമാണോ, വോട്ട് ജോലി നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതാണ് ഈ സർവേയിലൂടെ ജനങ്ങളോട് ചോദിച്ചത്. അവിടെ ഇതൊക്കെ ചോദിച്ച കർണാടക സർക്കാർ ശശിയായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പറയുന്നത്. ഈ സർവേ ഫലം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിയുക്തവുമാണ് എന്ന് മിക്കവരും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സർവേ ഫലത്തിൽ എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിയുക്തവുമാണെന്ന് മിക്ക പൗരന്മാരും വിശ്വസിക്കുന്നു. അതേസമയം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടെന്ന് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പ്രസിദ്ധീകരിച്ച സംസ്ഥാന വ്യാപക സർവേയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഭരിക്കുന്ന കർണാടകയിലെ കോൺഗ്രസ് നടത്തിയ സർവേയിൽ, ആ സർവേ റിപ്പോർട്ടിൽ ഇലക്ഷൻ കമ്മീഷനിലും EVMിലും വിശ്വാസം ജനങ്ങൾക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ച് വച്ചിരിക്കുകയാണ്. എന്തായാലും ബംഗളൂരു, ബെല്ലഗാവി, കൽബുർഗി, മൈസൂരു എന്നിവിടങ്ങളിലെ ഭരണ ഡിവിഷനുകളെ 102 നിയമസഭാ മണ്ഡലങ്ങളിലായി 5100 ആളുകൾ പ്രതികരിച്ച സർവേയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ V. അൻപുകുമാർ കമ്മീഷൻ ചെയ്തു എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പൗരന്മാരുടെ അറിവ്, മനോഭാവം, പ്രായോഗക്ഷമത എന്നിവയുടെ ഒരു എൻഡ് ലൈൻ സർവേ ആയിരുന്നു ഇത്. പ്ലാനിംഗ്, പ്രോഗ്രാം മോണിറ്ററിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന് കീഴിലുള്ള കർണാടക മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ അതോറിറ്റിയാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.